നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിശുദ്ധ റമസാനിലെ അവസാന വെള്ളിയുടെ പുണ്യം നുകർന്ന് വിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്തും പള്ളികളിലെത്തി പ്രാർത്ഥനകളിൽ മുഴുകിയും വിശ്വാസികൾ അവസാന വെള്ളിയെ ഭക്തിസാന്ദ്രമാക്കി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയം അവസാനിപ്പിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 13 സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. കാഞ്ഞങ്ങാട്ട് NDA പൊതുസമ്മേളനം നടന്നു. ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി LDF ഉപ്പളയിൽ നൈറ്റ് മാർച്ച് നടത്തി. നിരവധി പേർ പങ്കെടുത്തു. അനന്തശയന രൂപത്തിലുള്ള 6 കോടി വില വരുന്ന അനന്തപത്മനാഭസ്വാമിയുടെ വിഗ്രഹം കാണുവാൻ സുവർണാവസരം ഒരുക്കി കാസർഗോഡ് ഭീമ ജ്വല്ലറി. പ്രത്യേകതകൾ ഏറെയുള്ള വിഗ്രഹം കാണുവാനെത്തുന്നത് നിരവധി പേർ. മടവൂർ CM വലിയുല്ലാഹി ഉറൂസ് 13-ന് തുടങ്ങും. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മഖാം സിയാറത്ത് നടത്തും. വാർത്തകൾ വിശദമായി. വിശുദ്ധ റമസാനിലെ അവസാന വെള്ളിയുടെ പുണ്യം നുകർന്ന് വിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്തും പള്ളികളിലെത്തി പ്രാർത്ഥനകളിൽ മുഴുകിയും വിശ്വാസികൾ അവസാന വെള്ളിയെ ഭക്തിസാന്ദ്രമാക്കി. റമദാനിലെ അവസാന വെള്ളിയിൽ കാസർഗോഡ് ജില്ലയിലെ പള്ളികളെല്ലാം ഭക്തിസാന്ദ്രതയാൽ നിറഞ്ഞൊഴുകി. നരകവിമോചനത്തിന്റെയും സ്വർഗപ്രവേശനത്തിന്റെയും അവസാന പത്തിലെ വെള്ളിയാഴ്ച പള്ളികളിൽ ജുമയ്ക്കെത്തിയവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ജുമയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പേ പള്ളികളിലെത്തി ആളുകൾ ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഴുകി. ദൈവപ്രീതിക്കായി വിശ്വാസികൾ ഒഴുകിയെത്തിയതോടെ പള്ളികളിൽ സ്ഥലം തികയാതെ വന്നു. ഭക്തിയുടെയും ആത്മവിശുദ്ധിയുടെയും നിറവിൽ വിശ്വാസികൾ വികാരനിർഭരരായി. അനാരോഗ്യം വകവെക്കാതെ വൃദ്ധരും രോഗികളും ഒരുപോലെ പള്ളിയിലെത്തിയിരുന്നു. ദൈവോപാസനയുടെ പരിസമാപ്തിയിൽ സായുജ്യ സാഫല്യമണിഞ്ഞ ഭക്തിയുടെ നിറവിലായിരുന്നു ഓരോ വിശ്വാസ മനസ്സും. വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ പുണ്യം തുടർന്നുള്ള ജീവിതത്തിലും പകർത്തി മുന്നോട്ടു പോകണമെന്ന് പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഇമാമുർ ഉദ്ബോധിപ്പിച്ചു. റമദാനിന് യാത്രയപ്പ് നൽകുന്ന ഈ വേളയിൽ വിശ്വാസികളുടെ കണ്ണുകളിൽ പ്രതീക്ഷയും ആശ്വാസവും ഒരുപോലെ പ്രകടമായിരുന്നു. 1 മാസക്കാലം പുണ്യങ്ങൾ ചെയ്യാനായതിൻ്റെ ആത്മനിർവൃതിയും ചെയ്ത കർമ്മങ്ങൾ അർഹമായ രീതിയിൽ സ്വീകരിക്കപ്പെടുവാനുള്ള പ്രാർത്ഥനകളുമായി വിശ്വാസികൾ ഈ ദിനത്തിൻ്റെ പവിത്രതയെ ഹൃദയത്തിലേറ്റി. നിർബന്ധ ദാനത്തിനു പുറമെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും അശരണരെയും ആലംബഹനീയരെയും സഹായിക്കാനും അവർക്ക് ജീവിത വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാനുമാണ് റമദാനിലെ അവസാന നാളുകളിൽ വിശ്വാസികൾ മുന്നിട്ടിറങ്ങിയത്. കാസർഗോട്ടെ പള്ളികളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. റമദാൻ വിട പറയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയം അവസാനിച്ചപ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 13 സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. ഏപ്രിൽ 8 വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി. നാമനിർദ്ദേശ പത്രിക നൽകുവാനുള്ള സമയപരിധി അവസാനിച്ചതോടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് 13 പേർ. 3 മുന്നണി സ്ഥാനാർത്ഥികളും 2 ഡമ്മി സ്ഥാനാർത്ഥികളും BSP സ്ഥാനാർത്ഥിയും 7 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് രംഗത്ത്. LDF NDA മുന്നണികൾക്ക് ഡമ്മി സ്ഥാനാർത്ഥികളുമുണ്ട്. ML അശ്വിനി ഭാരതീയ ജനതാ പാർട്ടി, MV ബാലകൃഷ്ണൻ CPIM, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, M സുകുമാരി ബഹുജൻ സമാജ് പാർട്ടി, A വേലായുധൻ ഭാരതീയ ജനതാ പാർട്ടി, CH കുഞ്ഞമ്പു CPIM, K മനോഹരൻ സ്വതന്ത്രൻ, V രാജേന്ദ്രൻ സ്വതന്ത്രൻ, T അനീഷ് കുമാർ സ്വതന്ത്രൻ, കേശവനായിക് സ്വതന്ത്രൻ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കാസർഗോഡ് മണ്ഡലം വരണാധികാരിയും ജില്ലാ കളക്ടറുമായ K ഇമ്പശേഖർ, സ്പെസിഫൈഡ് ARO ഡെപ്യൂട്ടി കളക്ടർ P ഷാജു എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത്. 8 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞപ്പോൾ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന് 2 അപരന്മാരാണുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ബാലകൃഷ്ണൻ ചെമ്മഞ്ചേരി, N ബാലകൃഷ്ണൻ എന്നിവരാണ് പത്രിക നൽകിയത്. രാജ്മോഹൻ ഉണ്ണിത്താന് അപരന്മാർ അല്ലെങ്കിലും പേരുമായി ഏറെക്കുറെ സാമ്യമുള്ള KR രാജേശ്വരി, V രാജേന്ദ്രൻ എന്നിവരും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കാഞ്ഞങ്ങാട് NDA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. നരേന്ദ്രമോദി ഭരണത്തിൽ ഭാരതം ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു. കാഞ്ഞങ്ങാട് NDA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. भारतीय जनता पार्टी का जहां जहां कार्यकर्ता जा रहा है, जनता जनार्दन अब उस कार्यकर्ता को देखते ही बोलती है, अब की बार, 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 अब की बार 400 पार. भारतीय जनता पार्टी के कार्यकर्ता का ये गौरव है कि आज हमारा नेता कौन है ये स्पष्ट है. हमारी नीति है राष्ट्र का गौरव बढ़ाना, विकसित भारत बनाना, और हमारी नीयत है कि हम भारत का वैभव पूरी दुनिया में बढ़ाएंगे, भारत को विश्व की तीसरी सबसे बड़ी इकोनॉमी बनाएंगे. മോദിയെ വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് അവരുടെ നേതാവ് ആരെന്നും എന്താണ് അവരുടെ കർമ്മ പദ്ധതിയെന്നും ചോദിച്ചാൽ ഉത്തരമില്ല. കോൺഗ്രസും CPM-ഉം കേരളത്തിൽ സീറ്റ് യാചനയും കേന്ദ്രത്തിൽ കെട്ടിപ്പിടുത്തവുമാണ്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സഹകരണ വകുപ്പ് മന്ത്രാലയം രൂപീകരിച്ചപ്പോൾ കേരളത്തിൽ സഹകരണ ബാങ്കുകളെ കൊള്ളയാണ് നടന്നത്. കരുവന്നൂരിൽ CPM-ഉം കഡ്ലയിൽ CPI-യും മലപ്പുറത്ത് ലീഗും സഹകരണ ബാങ്ക് കൊള്ള നടത്തിയപ്പോൾ കോൺഗ്രസ് വയനാട്ടിലാണ് ബാങ്ക് കൊള്ള നടത്തിയത്. ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനമാണ് ഈ കൊള്ളയ്ക്കു പിന്നിൽ. സഹകരണ ബാങ്ക് കൊള്ള മുതൽ സ്വർണ്ണക്കടത്ത് വരെയുള്ള ഏത് കുംഭകോണത്തിലും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളാണ്. മത്സ്യസമ്പദ് യോജന പ്രകാരം 400 കോടി രൂപ അനുവദിച്ചതിൽ 72 കോടി മാത്രമാണ് കേരളം ചെലവാക്കിയത്. 50 വർഷം പ്രതിനിധീകരിച്ച അമേഠിയിൽ 4 ലക്ഷം വീടുകളിൽ വാട്ടർ കണക്ഷനുകൾ ലഭ്യമാക്കിയതും റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചതും താൻ MP ആയ ശേഷമാണ്. കേരളത്തിലെ ദേശീയപാത വികസനവും അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ വികസനവും സാധ്യമാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. അഴിമതിക്കും വികസന മുരടിപ്പിനും നരേന്ദ്രമോദിയെ തെരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ് പരിഹാരം. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് മുസ്ലിം ലീഗ് പതാക ഒളിപ്പിക്കേണ്ട ഗതികേടാണെന്നും എത്രനാൾ ഈ ഒളിച്ചുകളി തുടരാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നും സ്മൃതി ഇറാനി കൂട്ടിച്ചേർത്തു. क्योंकि वहां सड़क पर एक कार्यकर्ता भारतीय जनता पार्टी का ध्वज बड़ी शान से लहरा रहा है. हम अपना भगवा ध्वज लहराने से डरते नहीं, हम अपना ध्वज लहराने से शर्माते नहीं. आज वायनाड में राहुल गांधी की हालत हो गई कि नॉमिनेशन में निकले मुस्लिम लीग का फ्लैग छुपाते हुए. आज कांग्रेस के कैंडिडेट से कहना चाहती हूँ, मुस्लिम लीग का फ्लैग क्यों छुपाते हो? नॉर्थ इंडिया आकर फिर मंदिर मंदिर जाते हो. नॉर्थ इंडिया के मंदिर मंदिर जाओगे, वायनाड में मुस्लिम लीग का फ्लैग छुपाओगे. अरे कांग्रेस वालों कब तक खैर मनाओगे? നോർത്ത് കോട്ടച്ചേരിയിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ച് NDA പ്രകടന പത്രിക പ്രകാശനം നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി മഞ്ചേശ്വരം മണ്ഡലം LDFന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ മുതൽ ഉപ്പള ടൗൺ വരെ നടത്തിയ നൈറ്റ് മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. നാടിന്റെ മതനിരപേക്ഷിത ജനാധിപത്യം, ഭരണഘടന എന്നിവ സംരക്ഷിക്കുവാൻ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി LDFന്റെ നേതൃത്വത്തിൽ ഉപ്പള റെയിൽവേ സ്റ്റേഷൻ മുതൽ ഉപ്പള ടൗൺ വരെ നൈറ്റ് മാർച്ച് നടത്തി. CPMന്റെ മുതിർന്ന നേതാവ് VV രമേശൻ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ നിങ്ങൾ മുഴുവൻ ആളുകളും ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സംഘപരിവാറും നരേന്ദ്രമോദിയും രാജ്യത്ത് ഉയർത്തിവിടുന്ന ഏറ്റവും വർഗീയമായ നിലപാടുകളെ അതിശക്തമായ പോരാട്ടത്തിലൂടെ ഈ രാജ്യത്തെ ഇടതുപക്ഷം നേരിടുകയാണ്. LDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് സംഘടിപ്പിക്കുന്ന ഈ നൈറ്റ് മാർച്ചിൽ ഈ നാടകത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും നേതാക്കളായ KR ജയാനന്ദ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
സ്വർണത്തിൽ നിർമ്മിച്ച് വജ്രങ്ങൾ പതിച്ച് അനന്തശയന രൂപത്തിലുള്ള 6 കോടി രൂപ വില വരുന്ന അനന്തപത്മനാഭസ്വാമിയുടെ വിഗ്രഹം കാണുവാൻ ഏവർക്കും സുവർണാവസരം ഒരുക്കുകയാണ് കാസർഗോഡ് ഭീമ ജ്വല്ലറി. വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഈ വിഗ്രഹത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. 8 ഇഞ്ച് ഉയരം, 15 ഇഞ്ച് നീളം, 3 കിലോ സ്വർണത്തിൽ നിർമ്മിച്ച അനന്തപത്മനാഭസ്വാമിയുടെ തങ്ക വിഗ്രഹത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. 75,000 വജ്ര കല്ലുകളും 3,355 റൂബി എമറാൾഡ് കല്ലുകളുമാണ് ഈ വിഗ്രഹത്തിൽ പതിച്ചിരിക്കുന്നത്. 500 ക്യാരറ്റിൻ്റെ വജ്ര കല്ലുകളാണ് ഇതിനായി ഉപയോഗിച്ചത്. ശംഖുചക്ര ഗദാപത്മത്തോടുകൂടി ചതുർദാഹുവായി നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹം ദിവസങ്ങൾ കൊണ്ടാണ് വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയത്. അനന്തപത്മനാഭസ്വാമിയുടെ മനോഹരമായ ഈ വിഗ്രഹം കാണാൻ അവസരമൊരുക്കിയത് കാസർഗോഡ് ഭീമ ജ്വല്ലറിയാണ്. ഏപ്രിൽ 4 മുതൽ 10 വരെ കാസർഗോഡ് ഭീമ ജ്വല്ലറിയിലെത്തിയാൽ വിഗ്രഹം കാണാൻ സാധിക്കും. ആദ്യ ദിവസം തന്നെ നിരവധി പേരാണ് വിഗ്രഹം കാണാൻ എത്തിയത്. ഭീമ ചെയർമാൻ ഡോക്ടർ പി ഗോവിന്ദന് വേണ്ടി ശിവനാരായണ ജ്വല്ലേഴ്സ് എന്ന സ്ഥാപനമാണ് വിഗ്രഹം നിർമ്മിച്ചത്. വിഗ്രഹം കാണാൻ എത്തുന്നവർക്കായി റമദാൻ വിഷു പ്രമാണിച്ച് നിരവധി ഓഫറുകളാണ് ഭീമ ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 12 മുതൽ 14 വരെ നടക്കുന്ന വിഷു ഓഫറിൽ ഓരോ ഉപഭോക്താവിനും സ്വർണ്ണ നാണയം വിഷു കൈനീട്ടമായി നൽകുന്നു. കൂടാതെ പണിക്കൂലിയിൽ ഡിസ്കൗണ്ടുമുണ്ട്. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്ലാറ്റിനം, വെള്ളി ആഭരണങ്ങൾക്ക് 5% ഡിസ്കൗണ്ടും ഡയമണ്ടിന് ക്യാരറ്റിന് 12,000 രൂപ വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. പവന് 500 രൂപ മാത്രം നൽകി അക്ഷയ തൃതീയ അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള അവസരവും ഭീമ ജ്വല്ലറി ഒരുക്കിയിട്ടുണ്ട്. വിഷു അക്ഷയ തൃതീയ പ്രമാണിച്ച് വൈവിധ്യമാർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ശേഖരമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഡയമണ്ട്, പ്ലാറ്റിനം, ആൻറ്റിക് കളക്ഷനുകളുടെ 18 ക്യാരറ്റ് ആഭരണങ്ങളും ഭീമയിലൂടെ സ്വന്തമാക്കാം. വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ അനന്തപത്മനാഭസ്വാമിയുടെ വിഗ്രഹം ദർശിക്കാൻ അവസരമൊരുക്കുകയാണ് കാസർഗോഡ് ഭീമ ജ്വല്ലറി. ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ 10 വരെ ഭീമ ജ്വല്ലറിയിൽ എത്തുന്ന എല്ലാവർക്കും വിഗ്രഹം ദർശിക്കാൻ സാധിക്കും. കാസർഗോഡ് ഭീമ ജ്വല്ലറിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ഗണേഷ് പൈക്കിയോടൊപ്പം അമ്പിളി ബാലശാമ, KCN ന്യൂസ്, കാസർഗോഡ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അർദ്ധകായ പ്രതിമ കാണുവാൻ എരമത്തെ ശില്പിയുടെ വീട്ടിൽ മകൻ ചാണ്ടി ഉമ്മൻ എത്തി. പയ്യന്നൂർ എരമം പുല്ലുപാറയിലെ ശില്പി രാജേന്ദ്രൻ എരമത്തിന്റെ വീട്ടിലാണ് ചാണ്ടി ഉമ്മൻ എത്തിയത്. ശില്പി രാജേന്ദ്രൻ എരമത്തിന്റെ പുല്ലുപാറയിലെ വീട്ടിലെത്തിയാണ് ചാണ്ടി ഉമ്മൻ പിതാവിന്റെ ശില്പം കണ്ടത്. വ്യാഴാഴ്ച രാത്രിയാണ് എത്തിയത്. തന്റെ പിതാവ് ഇതെല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ശില്പി രാജേന്ദ്രൻ എരമത്തെ ആലിംഗനം ചെയ്തു. 3.5 അടി ഉയരമുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രതിമ പുതുപ്പള്ളിയിലെ വീട്ടിലെത്തിക്കുവാൻ പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയാണ് യാത്ര പറഞ്ഞത്. കോവിഡ് സമയത്താണ് ശില്പനിർമ്മാണം ആരംഭിച്ചത്. ആദ്യം കളിമണ്ണിലാണ് ശില്പനിർമ്മാണം തുടങ്ങിയത്. ശില്പനിർമ്മാണ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ ഓൺലൈൻ വഴി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ശില്പം വീട്ടിൽ വെക്കണം, മുഖവും ചിരിയുമെല്ലാം പൂർണ്ണതയിലാവണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. പിന്നീട് 3.5 അടി ഉയരത്തിൽ ഫൈബർ ഗ്ലാസിൽ പ്രതിമ തയ്യാറാക്കി. ഉമ്മൻചാണ്ടിയുടെ അതുപോലെയുള്ള പ്രതിമ പൂർണ്ണതയിലെത്തിച്ചു. ചാണ്ടി ഉമ്മന്റെ കൂടെ സേവാദൾ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മധുസൂദനൻ എരമം, M ഉമ്മർ, സാജിദ് മൗവൽ, NV ശ്രീനിവാസൻ, ശ്രീധരൻ ആലന്തട്ട എന്നിവരുമുണ്ടായിരുന്നു. ഉർമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മടവൂർ CM വലിയുല്ലാഹി ഉറൂസ് 13-ന് തുടങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മഖാം സിയാറത്ത് നടത്തും. APM സൈനുൽ ആബിദീൻ തങ്ങൾ അൽ പുക്കാരി ഉറൂസിന്റെ പതാക ഉയർത്തും. രാത്രി 7:30-ന് CM അനുസ്മരണ സമ്മേളനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 14-ന് ജാമിയ അസ്ഹരിയ ബിരുദദാന സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 15-ന് മജ്ലിസുന്നൂർ ആത്മീയ സദസ്സ്, 16-ന് ദിക്ര ദുആ സമ്മേളനമുണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 34ാമത് ഉറൂസ് മുബാറക്ക് ഷവ്വാൽ 4-ന് രാവിലെ ബഹുമാനപ്പെട്ട സമസ്തകല ജമിയത്തുലമയുടെ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മക്കാം സിയാറത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട മക്കാം കമ്മിറ്റിയുടെ പ്രസിഡന്റ് NPM സൈനുലാബിൻ തങ്ങൾ അൽ ബുഖാരി തങ്ങൾ കൊടിയേർത്തും. അത് കഴിഞ്ഞ് അന്ന് തന്നെ ബഹുമാനപ്പെട്ടവരുടെ മൗലിദ് പാരായണവും ഖത്മുൽ ഖുർആനും ആ വേദിയിൽ വെച്ച് നടക്കുന്നതാണ്. ഏപ്രിൽ 13-ാം തീയതി ശനിയാഴ്ച രാത്രിയാണ്
ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. അനുസ്മരണ സമ്മേളനം ബഹുമാനാകുന്ന പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേരളക്കരയിലെ പ്രഗത്ഭരായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി, അതുപോലെ തന്നെ അബ്ദുൽ ലത്തീഫ് ഫൈസി പൂനൂര്, PKK ബാബ സാഹിബ്, നജീബ് കാന്തപുരം MLA, നാസർ ഫൈസി കുടത്തായി, അബൂക്കർ ഫൈസി മലയമ്മ അടക്കമുള്ള നേതാക്കന്മാർ അനുസ്മരണ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. NPM സൈനുൽ ആബിദീൻ തങ്ങൾ, അബ്ദുൽ മജീദ് ബാക്കവി, AP നിസാർ, ഫൈസൽ ഫൈസി, ഹാരിസ് അസേരി, PA മുഹമ്മദ് മുസ്ലിയാർ, സിറാജ് തങ്ങൾ, ഉബൈദുള്ള കടവത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാഷണൽ NGO കോൺഫെഡറേഷൻ നടപ്പിലാക്കുന്ന വുമൺ ഓൺ വീൽസ് പദ്ധതിയുടെ ഭാഗമായി സംരംഭകരായ വനിതകൾക്ക് നൽകുന്ന ഇരുചക്ര വാഹനങ്ങളുടെ വിതരണം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പദ്ധതിയുടെ ഭാഗമായി ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവും നടന്നു. നാഷണൽ NGO കോൺഫെഡറേഷൻ നടപ്പിലാക്കുന്ന വുമൺ ഓൺ വീൽസ് പദ്ധതിയുടെ ഭാഗമായി സംരംഭകരായ വനിതകൾക്ക് നൽകുന്ന ഇരുചക്ര വാഹനങ്ങളുടെ വിതരണവും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പദ്ധതിയുടെ ഭാഗമായി ഡിഗ്രി PG വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ലാപ്ടോപ്പ് വിതരണവും കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. NGO കോൺഫെഡറേഷൻ നാഷണൽ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ഹൈപ്പോത്തിക്കേഷനുമില്ലാതെ പൂർണ്ണമായും അതിൻ്റെ ബില്ലിങ്ങും അതിൻ്റെ ടാക്സും ഇൻഷുറൻസും നിങ്ങളുടെ പേരിൽ തന്നെ തീർത്ത് മുഴുവൻ തുകയുടെ ബില്ല് സഹിതം നിങ്ങളുടെ കൈകളിലേക്ക് വാറണ്ടിയോട് കൂടിയുള്ള ഒരു പുതിയ വണ്ടി അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് കൈമാറുകയാണ്. ഈ വാഹനം കൈപ്പറ്റിക്കൊണ്ട് പോകുന്ന 62 വീട്ടമ്മമാർ, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടാകണം. ലൈസൻസ് ഇല്ല എങ്കിൽ വരുന്ന 6 മാസത്തിനുള്ളിൽ ലൈസൻസ് എടുക്കണം. 6 മാസത്തിനുള്ളിൽ ഇതിൻ്റെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഏണസ്റ്റ് ആൻഡ് എങ്ങനെ പോലുള്ള ഏജൻസികൾ വരും. ഞങ്ങൾ അവരെയാണ് ചുമതലപ്പെടുത്താൻ പോകുന്നത്. ജില്ലാ പ്രസിഡന്റ് മോഹനൻ മാങ്ങാട് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ SR നരഹരി മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ നിലോഫർ, അഡ്വക്കേറ്റ് TK സുധാകരൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി KV പത്മേഷ്, കവി രവീന്ദ്രൻ പാടി, സുകുമാരൻ കുതിരപ്പാടി, ശ്രീജ പുരുഷോത്തമൻ, രാജീവൻ TV, തമ്പാൻ T, രാമകൃഷ്ണൻ മോനാച്ച, ഷെരീഫ് പാലക്കാർ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ലൈൻ കാസർഗോഡ്, സെഡ്സ് കാഞ്ഞങ്ങാട്, മൈത്രി മാർപ്പനടുക്ക എന്നീ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗുണഭോക്തൃ വിഹിതമടച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്ത 62 വനിതകൾക്ക് സ്വയം തൊഴിൽ പരിപോഷിപ്പിക്കുന്നതിനായി ഇരുചക്ര വാഹനങ്ങളും 90 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. തുടർന്ന് നദി സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി NGO കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ KN അനന്തുകുമാർ നടത്തുന്ന നദി സംരക്ഷണ യാത്രയുടെ ഭാഗമായുള്ള ജില്ലാതല സംഘാടക സമിതി രൂപീകരണവും ഇതിൻ്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജില്ലാ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് രാജപുരം ഹോളി ഫാമിലി സ്കൂൾ മൈതാനിയിൽ തുടക്കമായി. രാജപുരം ഹോളി ഫാമിലി സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ മാത്യു കട്ടിയങ്കാൽ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ, സബ് ജൂനിയർ, ആൺപെൺ വിഭാഗങ്ങളിലായി 16ഓളം ടീമുകൾ മാറ്റുരയ്ക്കുന്ന ജില്ലാ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് രാജപുരം ഹോളി ഫാമിലി സ്കൂൾ മൈതാനിയിൽ തുടക്കമായി. രാജപുരം ഹോളി ഫാമിലി സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ മാത്യു കട്ടിയങ്കാൽ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഹോക്കി അസോസിയേഷൻ പ്രസിഡന്റ് രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കേരള ഹോക്കി സംസ്ഥാന ഭാരവാഹിയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറിയുമായ അച്യുതൻ മാസ്റ്റർ, മുൻ സെക്രട്ടറി പവിത്രൻ, വൈസ് പ്രസിഡന്റ് സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി മുബാറക് സ്വാഗതവും സംഘാടക സമിതി കൺവീനർ ശ്രീകാന്ത് പനത്തടി നന്ദിയും പറഞ്ഞു. ചാമ്പ്യൻഷിപ്പ് വെള്ളിയാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, രാജപുരം. കോളിച്ച ലയൺസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണർ സന്ദർശനം നടത്തി. ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിന്റെ ഉദ്ഘാടനവും നടത്തി. ലയൺസ് ഇന്റർനാഷണൽ കോളിച്ചാൽ ലയൺസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനം നടന്നു. സിഗ്നേച്ചർ പ്രൊജക്ടായ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിന്റെ ഉദ്ഘാടനവും നടത്തി. കോളിച്ചാൽ 18ാം മൈലിലാണ് ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ നിർമ്മിച്ചത്. ഡിസ്ട്രിക്ട് ഗവർണർ TK രജീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി സോജൻ മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുനിൽ കുമാർ, ഷിയോണ ഷാജി, ശ്രീനിവാസ് പൈ, അനൂപ് കേളുത്ത്, K ഗോപി, അഡ്വക്കേറ്റ് വിനോദ് കുമാർ, ടൈറ്റസ് തോമസ്, തങ്കരാജ്, രാജേന്ദ്രൻ നായർ, KN വേണു തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ അരുൺ K രവി സ്വാഗതവും ക്ലബ്ബ് ട്രഷറർ GS രാജീവ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. ചെന്തളം എരങ്കൊടൽ ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാന പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവം ഏപ്രിൽ 6, 7 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഏപ്രിൽ 6 ശനിയാഴ്ച രാവിലെ 5 മണിക്ക് മഹാഗണപതി ഹോമം, 9:30 കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, 11 മണിക്ക് കലശം വെപ്പ് ചടങ്ങ് എന്നിവ നടക്കും. വൈകുന്നേരം 6 മണിക്ക് നട തുറക്കും. തുടർന്ന് കൂട്ടപ്രാർത്ഥന. 6:30 തെയ്യം കൂടൽ, 7 മണിക്ക് ഗുരുദൈവം, 8 മണിക്ക് കാട്ടുമുടന്ത അരങ്ങിലെത്തും. തുടർന്ന് വീരൻ തെയ്യം, കരിഞ്ചാമുണ്ടി അമ്മ, രക്തചാമുണ്ടി, ചുള്ളിക്കര ചാമുണ്ടി എന്നീ തെയ്യങ്ങളുടെ കൊടിപിടിക്കൽ. 9:30 ജോഡ് പഞ്ചുരുളി, കുടുംബത്ത് പഞ്ചുരുളി, പുലിച്ചാമുണ്ടി എന്നീ തെയ്യങ്ങളുടെ തിടങ്ങൽ. 10 മണിക്ക് ജോഡ് പഞ്ചുരുളിയുടെ പുറപ്പാട്, തുടർന്ന് കല്ലുരുട്ടി. 10:30 വിഷ്ണുമൂർത്തിയുടെ തിടങ്ങൽ. ഏപ്രിൽ 7 ഞായറാഴ്ച പുലർച്ചെ 3 മണിക്ക് പുലിച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശം. 4 മണിക്ക് കരിഞ്ചാമുണ്ടിയമ്മയുടെ പുറപ്പാട്, തുടർന്ന് കാപ്പാളത്തിയമ്മ, കുറത്തിയമ്മ, മയ്യത്തിക്കുറത്തി, കവിക്കുറത്തി, രക്തചാമുണ്ടി, കുടുംബത്ത് പഞ്ചുരുളി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ചുള്ളിക്കര ചാമുണ്ടി കെട്ടിയാടും. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെയും ഗുളികൻ തെയ്യത്തിന്റെയും പുറപ്പാട്. വൈകിട്ട് വിളക്കിലരിയോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനമാവും. വാർത്താസമ്മേളനത്തിൽ ഭരണസമിതി പ്രസിഡന്റ് എ രാമചന്ദ്രൻ, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ഇ സുധീഷ്, ഇ മണി, ബി ദീപു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ ഓർമ്മദിനത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തച്ചങ്ങാട് വെച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനം KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന കാലത്ത് സംഘടനാപരമായ ചുമതലയാണ് വഹിച്ചത്. അന്ന് CK ശ്രീധരൻ വക്കീലായിരുന്നു DCC പ്രസിഡന്റ്. ഒരു കാര്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതി, ബാലകൃഷ്ണൻ ഏൽപ്പിച്ചാൽ അത് വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ ശ്രീ AK ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി, അതുപോലെ നേരത്തെ യോഗ്യതരായ ശ്രീ K കരുണാകരൻ, മുൻ KPCC പ്രസിഡന്റുമാരായ CV പത്മരാജൻ, ജനത ബാലകൃഷ്ണപിള്ള, രമേശ് ചെന്നിത്തല, അവർക്കൊക്കെ ബാലകൃഷ്ണനെ എല്ലാവർക്കും ഒരേപോലെ ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട, ആദരിച്ച അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന പശ്ചാത്തലം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മഹത്വമായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷനായി. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ MP അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ആദരഭാഷണം നടത്തി. KPCC മെമ്പർ ഹക്കീം കുന്നിൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV ഭക്തവത്സരൻ, മുസ്ലിം ലീഗ് പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സിദ്ദിഖ് പള്ളിപ്പുഴ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രവീന്ദ്രൻ കരിച്ചേരി, KV ശ്രീധരൻ, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ മഹേഷ് തച്ചങ്ങാട് സ്വാഗതവും ട്രഷറർ ചന്ദ്രൻ തച്ചങ്ങാട് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ തച്ചങ്ങാട് ബാലകൃഷ്ണൻ സ്മാരക 3ാമത് പുരസ്കാരം സാമൂഹ്യകാരുണ്യ പ്രവർത്തകൻ KV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് VM സുധീരൻ സമർപ്പിച്ചു. കാവ്യ പള്ളിക്കര പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. KV ബാലകൃഷ്ണൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശുദ്ധ റമസാനിലെ അവസാന വെള്ളിയുടെ പുണ്യം നുകർന്ന് വിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്തും പള്ളികളിലെത്തി പ്രാർത്ഥനകളിൽ മുഴുകിയും വിശ്വാസികൾ അവസാന വെള്ളിയെ ഭക്തിസാന്ദ്രമാക്കി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയം അവസാനിപ്പിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 13 സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. കാഞ്ഞങ്ങാട്ട് NDA പൊതുസമ്മേളനം നടന്നു. ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി LDF ഉപ്പളയിൽ നൈറ്റ് മാർച്ച് നടത്തി. നിരവധി പേർ പങ്കെടുത്തു. അനന്തശയന രൂപത്തിലുള്ള 6 കോടി വില വരുന്ന അനന്തപത്മനാഭസ്വാമിയുടെ വിഗ്രഹം കാണുവാൻ സുവർണാവസരമൊരുക്കി കാസർഗോഡ് ഭീമ ജ്വല്ലറി. പ്രത്യേകതകൾ ഏറെയുള്ള വിഗ്രഹം കാണുവാനെത്തുന്നത് നിരവധി പേർ. മടവൂർ CM വലിയുല്ലാഹി ഉറൂസ് 13-ന് തുടങ്ങും. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മഖാം സിയാറത്ത് നടത്തും. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.